ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ ബന്ധങ്ങളും എല്ലാം സമൂഹം അവഗണിക്കപ്പെട്ടു വരുന്നവരാണ്. തിരിച്ചു കിട്ടാൻ, സ്നേഹം അവർക്ക് തിരിച്ചു കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒക്കുന്നവർക്കല്ല കൊടുത്തത്. യേശു കർത്താവ് സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ആഴമതായിരുന്നു. ആ ആഴത്തിലുള്ള സ്നേഹത്തിലാണ് കർത്താവ് പറഞ്ഞത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഒരു രോഗിക്കൊരിക്കലും സൗഖ്യം കൊടുക്കാൻ സാധിക്കില്ല. ലോകത്തിൻ്റെ മാലിന്യങ്ങൾപ്പെട്ട് തകർന്നടിഞ്ഞു കിടക്കുന്ന ജീവിതത്തെ യേശു സ്നേഹിച്ച സ്നേഹത്താൽ നമ്മൾക്കും സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുവാൻ സാധിക്കും. അതാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി, സുവിശേഷത്തിൻ്റെ അന്തസത്ത. കോട്ടയം പട്ടണത്തിൽ വിവിധ എക്യുമെനിക്കൽ സഭകൾ ചേർന്ന് ഈ മാസം 27, 28 മാർച്ച് 1 തീയതികളിൽ എക്യുമെനിക്കൽ കൺവെൻഷൻ നടക്കുകയാണ്. ഈ ദൈവസ്നേഹം പോപ്പ് മൈതാനത്ത് ദൈവസ്നേഹത്തിൻ്റെ ആ വിത്ത് വിതറുമ്പോൾ ആ സ്നേഹത്തിലൂടെ അനേകരെ യേശുവിനെ അറിയുവാനും യേശുവിനോടുള്ള ബന്ധം പുതുക്കി മുന്നോട്ട് പോകാനും സഹായിക്കണം. അതുകൊണ്ട് സൗഖ്യം ലഭ്യമായിത്തീരണം എല്ലാവർക്കും. പാപികളും ദോഷികളും ദ്രോഹികളുമായ വ്യക്തി ജീവിതങ്ങളെ സമൂഹം അറയ്ക്കുമ്പോൾ അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം കഴിഞ്ഞ് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിച്ച യേശുവിൻ്റെ സ്നേഹം തിരിച്ചു തരുവാൻ സാധിക്കാത്തവർക്ക് സ്നേഹം കൊടുക്കാൻ സാധിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം നമ്മളിലൂടെ പ്രതിഫലിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജോലിയിൽ കഴിയുന്നവർ, ജോലിയുള്ളവർ, ജോലിയോടുള്ള ബന്ധത്തിൽ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ, വേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലെ ഒരുപോലെ വ്യാപരിച്ചാട്ട്. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ.